ഹലോ ഗൈസ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങളുടെ ഉപയോഗങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതും ഏറ്റവും കൂടുതൽ യൂത്തിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടായി വരുന്നത്. അപ്പം നമ്മളെ നാട്ടിലില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലെന്ന് നമ്മൾ വിചാരിക്കേണ്ട. നമ്മളെ കണ്ണൂർ തളിപ്പറമ്പിലാണ് അന്ന് എം ഡി എം എ പിടിച്ചത്. നമ്മളെ തളിപ്പറമ്പ് പ്രദേശത്താണെന്നുള്ള അറിയിക്കണം. നമ്മളെ കണ്ണൂർ തളിപ്പറമ്പ് ഭാഗത്താണ് എം ഡി എം എ പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നിയമപാലകർ ഇതിനെതിരെ ഏറ്റവും ശക്തമായി തന്നെ ഇതിന് നടപടി എടുക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം ഇന്നത്തെ ഈ ഒരു സംഭാഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളാരും അതിനെപ്പറ്റി ചർച്ച ചെയ്യൂല. പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇനിയും ചർച്ച ചെയ്യണം. ഇതൊരു വിഷയം, എന്താ പറയുക, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയമല്ല ഇത്. കാരണം എന്ന് വെച്ചാൽ സമൂഹത്തിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ മാറിക്കൊണ്ട് പോയാൽ നമ്മൾ ഓരോരുത്തർക്കാണ് അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഇനി ഇതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം കൂടുതൽ ആൾക്കാർ മുമ്പോട്ട് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതിലൊരു വാർത്ത വന്ന് നമുക്കറിയാം, സ്വന്തം അമ്മേനെ മയക്കുമരുന്നിൻ്റെ പേരിൽ സ്വർണത്തിനൊക്കെ വേണ്ടിയിട്ട് കൊല്ലുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളൊരിക്കലും ആ രീതിയിലേക്ക് മാറാൻ പാടില്ല. നമ്മൾ യൂത്ത് ഒരിക്കലും ആ രീതിയിലേക്ക് മാറാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കും ഉണ്ട് ലഹരി. എൻ്റെ ലഹരി എന്ന് പറയുന്നത് വർക്കൗട്ടും കാര്യങ്ങളൊക്കെയാണ്. ജിമ്മും വർക്കൗട്ടും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഒരു ലഹരി. അപ്പം അമ്മേനെയും പെങ്ങളെയും എന്താ പറയണ്ടേ, ആരും തിരിച്ചറിയാൻ പറ്റാത്ത ഈ ഒരു രീതിയിൽ പോകുന്ന ഈ സമൂഹത്തിൻ്റെ ഈ ഒരു നടപടി ഉണ്ടല്ലോ, അത് തീർച്ചയായും മാറ്റേണ്ടിയിരിക്കുന്നു. മാറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇത് ഇല്ലാണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഒരു രീതിയിലും എന്താ ലഹരി വിമുക്തമായ ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളാരും ലഹരി ഉപയോഗിക്കാതിരിക്കുക. എല്ലാവരും സ്നേഹിക്കാൻ പഠിക്കുക, ബഹുമാനിക്കാൻ പഠിക്കുക. നല്ലൊരു മനുഷ്യനായി നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ, നന്മ വരട്ടെ.